തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ വന്നു. രാജ്യത്തെ ശക്തമായ പ്രതിപക്ഷ നേതാക്കളിൽ 3 മുഖ്യമന്ത്രിമാർക്ക് ഭരണം നഷ്ടപ്പെട്ടു. മമതാ ബാനർജി സ്വന്തം മണ്ഡലത്തിൽ പോലും ബിജെപിയുടെ സുവേന്ദു അധികാരിക്ക് മുന്നിൽ തോറ്റു. തമിഴ്നാട്ടിലാണെങ്കിൽ MK സ്റ്റാലിന് തന്റെ മണ്ഡലവും സംസ്ഥാനവും ഒക്കെ വെറും 2 വർഷം മുമ്പ് രൂപം കൊണ്ട ഒരു പാർട്ടിക്ക് മുൻപിൽ നഷ്ടപ്പെട്ടു. കേരളത്തിലാണെങ്കിൽ 2 ടേം തുടർച്ചയായി ഭരണത്തിന് ശേഷം ഇടതുപക്ഷത്തിന് സർക്കാർ നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം. പക്ഷെ കഥ ഇവിടെ തുടങ്ങുന്നതല്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഭരണപക്ഷത്തിനെതിരെ ഭയമില്ലാതെ ചോദ്യം ചെയ്തു വന്നിരുന്ന ശക്തരായ 3 പേരാണ് വീണത്. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള മറ്റ് രാഷ്ട്രീയ മാറ്റങ്ങളിൽ ഒരു കാര്യം വ്യക്തമാണ്. 5 മേൽ പ്രാദേശിക പാർട്ടികൾ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഇന്ത്യയിൽ അധികാരം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. വെറും 2 വർഷം മുൻപ് 24 വർഷമായി ഒഡീഷ ഭരിച്ചിരുന്ന ബിജു ജനതാദൾ BJPക്ക് മുൻപിൽ അധികാരം നഷ്ടപ്പെടുത്തി. അതേ വർഷം നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് BJPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അതോടെ തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദൾ അധികാരത്തിൽ നിന്നും പുറത്തായി. 2014 സംസ്ഥാനം രൂപം കൊണ്ടതു മുതൽ തെലങ്കാന ഭരിച്ചിരുന്ന ഭാരത രാഷ്ട്ര സമിതിയുടെ അധികാരം കോൺഗ്രസിന് നഷ്ടമായിരുന്നു. 2022 മഹാരാഷ്ട്രയിൽ ശിവസേന വിഭജിക്കപ്പെട്ടിരുന്നു. തുടർന്ന് BJPക്കൊപ്പം സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു. 1 വർഷത്തിന് ശേഷം നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും പിളർന്നു. അവരുടെ MLAമാർ പലരും BJP നേതൃത്വത്തിലുള്ള സർക്കാരിൽ ചേരുകയും ചെയ്തു. ഇപ്പോൾ ഉദ്ധവ് താക്കറെയും ശരത് പവാറും നയിക്കുന്ന വിഭാഗങ്ങൾ അധികാരത്തിന് പുറത്ത് ദുർബലവുമാണ്. ഈ അടുത്ത കാലത്തെ ഉദാഹരണങ്ങളിലേക്ക് വന്നാൽ ആം ആദ്മി പാർട്ടി ഇപ്പോഴും പഞ്ചാബിൽ അധികാരത്തിലുണ്ടെങ്കിലും പാർട്ടി ഉയർന്നു വന്ന നഗരത്തിൽ തന്നെ അവർ വീണുപോയി. അതുപോലെ അവരുടെ ദേശീയ നേതാവായ അരവിന്ദ് കെജ്രിവാൾ പോലും സ്വന്തം സീറ്റ് നഷ്ടപ്പെടുത്തി. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്, BJP ഇന്ത്യയിൽ 22 ഭരിക്കുന്ന നിലയിലേക്ക് ഉയർന്നു എന്ന് മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ നിര ദുർബലമായിരിക്കുന്നു. അതായത് സർക്കാരിനെ നിയന്ത്രണത്തിൽ നിർത്താനും ജനങ്ങളുടെ ആശങ്കകൾ അധികാരികളിലേക്ക് എത്തിക്കാനും ഓരോ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം അനിവാര്യമാണ്. ഈ പ്രതിപക്ഷമാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയായ BJPയെ ഇത്ര ശക്തമായിട്ട് വെല്ലുവിളിക്കുകയും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നയിക്കുകയും ഒക്കെ ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 മുഖ്യമന്ത്രിമാർ ഇല്ലാതാകുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ നിര തന്നെ ഇല്ലാതാകുന്നതാണ്. ജനങ്ങളുടെ ആധിപത്യമാണ് എന്ന് ബംഗാളിലെ ഇപ്പോഴത്തെ കണക്ക് കാണുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമല്ലേ? ബംഗാളിൽ 27 ലക്ഷം പേരെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പേര് വെട്ടി പുറത്താക്കിയത്. ഈ 27 ലക്ഷം പേർ മരിച്ചുപോയവരല്ല, അനധികൃതമായി പേര് ചേർത്തവരല്ല, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. ലോകത്ത് മറ്റേതൊരു ജനാധിപത്യ രാജ്യത്താണ് ഈ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി കണക്കാക്കാൻ കഴിയുക? ഇനി ഈ 27 ലക്ഷം പേരുടെ അപേക്ഷകൾ ഇപ്പോഴും പരിഗണനയിലാണ്. അതായത് അവരുടെ വോട്ടവകാശം തിരിച്ചു പിടിക്കാനുള്ള അപേക്ഷകളിൽ അന്തിമമായ തീരുമാനം വന്നിരുന്നില്ല. 27 ലക്ഷം പേരെ വെട്ടിയെന്ന് മാത്രമല്ല 6 ലക്ഷം പേരെ അനധികൃതമായി തിരികെ കയറ്റുകയും ചെയ്തു. ഈ 6 ലക്ഷം പേർ എവിടെ നിന്നാണ് വന്നതെന്ന് ഒരു പിടിയുമില്ല. ഇത് മാത്രമാണ്. അവിടുത്തെ ഫലം വന്നതിന് തൊട്ടു പിന്നാലെ വ്യാപകമായ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇറാനെ കീഴടക്കാൻ അമേരിക്ക 50,000 പട്ടാളക്കാരെയാണ് അയച്ചതെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ ബംഗാളിലേക്ക് മോദി അയച്ചത് 2.5 ലക്ഷം പട്ടാളത്തെയാണ്. അക്രമങ്ങളിൽ മരണങ്ങൾ സ്ഥിരീകരിക്കുന്നു. ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് 200ഓളം FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. 400-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. BJP ജയിച്ച സന്തോഷത്തിൽ പ്രവർത്തകരെല്ലാം തല്ലി തകർക്കുന്നു, കടകൾ ഇടിച്ചു പൊളിക്കുന്നു, മുസ്ലിങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നു, പള്ളികൾ തല്ലി തകർക്കുന്നു. അങ്ങനെ അന്ധഭക്തന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു. ഇതിലൊക്കെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർ എങ്ങനെയൊക്കെ ജയിച്ചു എന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല എന്നത് കൃത്യമാണല്ലോ. പക്ഷെ ഒരു കാര്യം വ്യക്തവുമാണ്, തെരഞ്ഞെടുപ്പിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ജനാധിപത്യം തോൽക്കാതിരിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.